ഹലോ ഗൈസ്, കൊച്ചിൻ റൈഡർ ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ റിവർ ഇൻഡി പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ 1000 കിലോമീറ്റേഴ്സിലേക്ക് കടന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും പിന്നെ ഇതിൻ്റെ ഒരു ആക്ച്വൽ റേഞ്ച് എത്ര കിട്ടുന്നതെന്നുള്ളൊരു കാര്യം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഓരോരുത്തരോട് പറഞ്ഞ് ഞാൻ മടുത്തു. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. ഇത് നമുക്ക് ഞാൻ ഓഗസ്റ്റ് 1 പർച്ചേസ് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ റേഞ്ച് ടെസ്റ്റിലേക്ക് കിടക്കും ഗൈസ്. ഇപ്പോൾ ഞാൻ 100% ചാർജ് ചെയ്ത് നിർത്തിയേക്കുവാണ്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 113 ആണ് നമുക്ക് വണ്ടി ഓണാക്കിയപ്പോൾ കാണുന്ന റേഞ്ച്. അപ്പോൾ നമ്മൾ ട്രിപ്പ് 0യിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ട്രിപ്പ് 1 നമ്മൾ 0യിലേക്ക് സെറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇതിൽ നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് ഇപ്പോൾ 910 കിലോമീറ്റേഴ്സോളം നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട്. സർവീസ് ആവാറായിട്ടുണ്ട്. സർവീസിന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തു ഓൾറെഡി. ഗൈസ്, ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 2 പേരെ വെച്ചിട്ടാണ്. അല്പം ഹില്ലി ഏരിയാസിലേക്കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സിറ്റി റൈഡല്ല നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ലൈഫിൽ നമുക്ക് നോർമലി വരുന്ന ട്രാവൽസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര റേഞ്ച് കിട്ടും എന്നുള്ളവരാണ് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട്. പൊതുവേ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വണ്ടിക്ക് വലിയുണ്ടോ, വണ്ടി വലിക്കുമോ, വണ്ടിക്ക് എത്ര സ്പീഡ് വരെ കയറും, വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളാണോ, നിങ്ങൾ രണ്ടുപേരും അല്പം വെയിറ്റ് ഉള്ളവരാണ്, അപ്പോൾ നിങ്ങൾക്കത് വണ്ടി അതിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലരും ഇങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഗൈസ്, എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര വലിയ കയറ്റമാണെങ്കിലും എത്ര ലോഡ് വണ്ടിയിലുണ്ടെങ്കിലും വണ്ടി വലിച്ചോളും, അത് കയറ്റം കയറും. അതായത് ഞങ്ങൾ ഇക്കോ മോഡിൽ തന്നെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പല കയറ്റങ്ങളും നല്ല ആംഗിളേറ്റഡ് ആയിട്ടുള്ള കയറ്റങ്ങൾ പോലും നമ്മൾ ഇക്കോ മോഡിലിട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള റൈഡും അല്ലെങ്കിൽ റഷ് മോഡിലും കയറുന്ന പോലെ കയറില്ല. പക്ഷേ വണ്ടി സ്ലോ ആയിരിക്കും, ഒരു 10-15 കിലോമീറ്റർ സ്പീഡിലേ പോകത്തുള്ളൂ, പക്ഷേ വണ്ടി വലിച്ച് കയറും. അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രിപ്പ് പോയ സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് വണ്ടി ഫുള്ളായിട്ട് ഡ്രെയിൻ ആവുന്നൊരു കണ്ടീഷൻ വരെ നമ്മൾ യൂസ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹില്ലി ഏരിയസിലേക്കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ വണ്ടി കൂടുതൽ എനർജി കൺസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ബാക്കിയുള്ള റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടിരുന്ന വണ്ടി ഇക്കോ മോഡിൽ അത്ര സുഖമല്ല, റൈഡ് മോഡിലാണ് കൂടുതലും നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു റൈഡിങ് സ്പീഡ് ഒരു 50-55 അല്ലെങ്കിൽ 60 ആ ഒരു റേഞ്ചിലാണ് ഞാൻ നോർമലിയുള്ള ബൈക്സെല്ലാം ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈഡ് അല്ലെങ്കിൽ റഷ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി അഗ്രസീവായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്നതും പിന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നതും ഒരു എക്കോ മോഡിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റും വണ്ടി. എനിക്കതൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് പിന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ മോഡൊന്ന് മാറ്റി റൈഡിലേക്കോ അല്ലെങ്കിൽ റഷിലേക്കോ ഇടണമെന്ന് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ലീനിയറായിട്ട് നമുക്ക് വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റി റൈഡിലൊക്കെ ഇക്കോ മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ബ്ലോക്കാണ്, പിന്നെ നമുക്ക് അവിടെ ഹൈ ടോർക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മെയിനായിട്ട് ബ്ലോക്കിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇക്കോ മോഡ് തന്നെയാണ് ബെറ്റർ. ഞാൻ റേഞ്ച് കിട്ടുമല്ലോ. അതിൻ്റെ നമ്മൾ പോയടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോയ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കട്ട് നിറഞ്ഞതും അല്ലെങ്കിൽ കയറ്റമൊക്കെ ഉള്ളൊരു വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് മിക്സഡായിട്ട് ഒരു റോഡിലേക്കൂടെ ഓടിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു റേഞ്ച് ഫൈനൽ നമുക്ക് കിട്ടിയേക്കുന്നത് 92.8 അത് മാറി വരാറുണ്ട്. ചില സമയത്ത് നമ്മൾ സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ കിട്ടാറുണ്ട്. ഒരു 133 ഒക്കെ എനിക്ക് കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് പക്ഷേ സിംഗിൾ റൈഡിലാണ് കേട്ടോ കിട്ടിയത്. ഡബിൾ വെച്ച് പോകുമ്പോൾ നമുക്ക് അത്രയും കിട്ടത്തില്ല. ഡബിൾ വെച്ച് പോകുമ്പോൾ മാക്സിമം നമുക്ക് കിട്ടുന്നത് ഒരു 110-116 ആ റേഞ്ചൊക്കെ മാക്സിമം നമുക്ക് കിട്ടാം. പിന്നെ നമ്മൾ വീട്ടിലെത്തിയെന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, 4% ചാർജിൽ നമ്മൾ ഓടി എത്തി വീട്ടിൽ.
ഞാൻ ഓർത്തൊരു 10% ഒക്കെ കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് ഡൗൺ ആവുമായിരിക്കുന്ന ഓർത്തു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വണ്ടി എങ്ങനെയാണോ ഫസ്റ്റ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഓടി.